കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള റിയോ ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അങ്ങനെ അവൻ ആ ബിൽഡിങ്ങിൽ കയറി പരതാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പരതി ഒരു ബോക്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ബോക്സ് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. എന്തോ അതിലുണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവന് തുറക്കാനായിട്ട് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി ഒരു ചങ്ങലയിൽ കെട്ടിയിട്ട് പുറത്ത് കിടക്കുന്ന അവന്റെ കാറിൽ കൊണ്ടുവന്ന് കെട്ടാണ്. എന്നിട്ട് കാറ് അവിടെ നിന്ന് എടുക്കുമ്പോഴേക്കും ഈ പെട്ടി തെറിച്ച് ദൂരോട്ട് വന്ന് വീഴുന്നുണ്ട്. അതായത് പുറത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് വെച്ച് ആ ഒരു പെട്ടിയുടെ ലോക്ക് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ച് കളയാണ്. അങ്ങനെ പൊട്ടിച്ചത് ആ പെട്ടി തുറക്കുന്നുണ്ട്. അതിൽ നിന്നൊരു സോംബി പുറത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. എന്നാൽ അത് സാധാരണ ഒരു സോംബിയല്ല. അതിന് സൂര്യപ്രകാശം താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ ദേഹത്ത് സൂര്യപ്രകാശം തട്ടിയതും അത് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ചത്തുപോവാണ്. സൂര്യപ്രകാശം തട്ടിയാൽ അത് ചത്തുപോകും. പിന്നീട് സോംബിയൊക്കെ കൊന്നതിന് ശേഷം അവൻ കാർ എടുത്തൊരു സിറ്റിയിൽ വരികയാണ്. അവ അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോകുന്നതുകൊണ്ട് പക്ഷെ അവൻ ഈ ഉറങ്ങുന്ന സമയത്ത് ചില ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഒരു സ്വപ്നം പോലെ. അതും അവന്റെ ഭാര്യയുടെ സ്വപ്നമാണ് വരുന്നത്. അവന്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റി. ചിലപ്പോൾ സോംബി ആക്രമിച്ചതായിരിക്കാം, അറിയില്ല. എന്തായാലും അവൻ കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി അവിടുത്തെ ബിൽഡിങ്ങിലൊക്കെ കയറി ഓരോ കാര്യങ്ങൾ തപ്പാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ ബിൽഡിങ്ങിൽ കയറുമ്പോഴും ഓരോ സോംബികളെ കാണുന്നുണ്ട്. അതിനെല്ലാം അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ബിൽഡിങ്ങിൽ കയറുമ്പോൾ അവന് 2 സോംബി ഒരുമിച്ച് ആക്രമിക്കും. പക്ഷെ അവൻ വിടത്തില്ല. അതിനെ 2നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഒന്ന് ചെറുതായിട്ട് വീഴുന്നതായിരുന്നു, എന്നാൽ അവൻ വിട്ടുകൊടുത്തില്ല. അതിനെ കൊന്നുകളഞ്ഞു. എന്തായാലും അതിനെ കൊന്നതിന് ശേഷം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അതേ നേരം തന്നെ അവൻ ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ ഒരു വയ്യാത്ത സ്ത്രീ ഒരു പാവയും കൈ പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഒരു കാറിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ഇവരെല്ലാരും കൂടെ ഇറങ്ങി പുറത്തോട്ട് വരികയാണ് അവിടെ ഇരിക്കുന്ന ആ സ്ത്രീക്ക് എന്താണ് പറ്റിയെന്ന് അറിയാനായിട്ട്. എന്നാൽ ഇവര് ചതിക്കപ്പെട്ടതാണ്. കുറേയധികം ആൾക്കാർ വന്നിട്ട് ഈ പോലീസുകാരെ ഷൂട്ട് ചെയ്യും. ഇപ്പം വന്ന ആൾക്കാർ പോലീസുകാരാണ്. അവരെ കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ആ സ്ത്രീ അവിടെ നിർത്തിയതാണ്, അല്ലെങ്കിൽ ഇരുത്തിയതാണ്. അത് വയ്യാത്തൊരു സ്ത്രീയാണ്, അറിയാതെ അങ്ങനെ ഇരുന്ന് പോയതാണ്. ഇപ്പം വന്ന പോലീസുകാരുടെ കൂട്ടത്തിലാണ് ആ ഒരു പെൺകുട്ടി ഉള്ളത്. ഇവരുടെ നേരെ ആ ഒരു തീവ്രവാദികൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പോലീസുകാർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ പോലീസുകാരെയും കൊന്നുകളഞ്ഞു. പക്ഷെ അതിൽ ആ പെൺകുട്ടീനെ മാത്രം കൊന്നുകളഞ്ഞിട്ടില്ല. അവളെ എല്ലാരും കൂടെ വന്ന് വളയാണ്. അവൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവളെ പിടിച്ചു വെച്ചിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ ഓരോ വില്ലന്മാരായിട്ട് നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. ഹീറോന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, റിയോ എന്നാണ്. എന്തായാലും ഹീറോ ഓരോ ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരുത്തനാണെങ്കിൽ ജീവനോടെ കിടക്കുന്നുണ്ട്. എന്നാൽ അവൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എടാ എന്നെ രക്ഷിക്കടാ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോയാൽ എന്നെ സോംബികൾ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ റിയോ മൈൻഡ് പോലും ആകത്തില്ല. നീ പാവപ്പെട്ട പെൺപിള്ളാരെ ഉപദ്രവിക്കുമെന്ന് ചോദിച്ചിട്ട് അവൻ കുറച്ച് തോക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതെല്ലാം സമന്തയെ കാണുന്നുണ്ട്. സമന്തയോടും അവൻ സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷേ സമന്ത അവന്റെ മൈൻഡ് പോലും ആക്കുന്നില്ല. റിയോ വന്നില്ലായിരുന്നെങ്കിൽ സമന്തേനെ അവന്മാർ ഉപദ്രവിച്ചേനെ. ഇപ്പൊ സമന്തയാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുന്ന സ്ത്രീയെ ചെന്ന് പിടിക്കും. അന്നൊരു സ്ത്രീയോട് വരാനായിട്ട് പറയും. അവരുടെ കയ്യിൽ ഒരു പാവയുണ്ട്. ആ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് അത് അവരുടെ കുട്ടിയാണെന്നാണ്. ചെറിയ മാനസിക പ്രശ്നമുണ്ട്. പക്ഷേ സമന്ത ആ ഒരു പെൺകുട്ടിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്ന് നേരെ റിയോ നിൽക്കുന്ന സ്ഥലത്ത് ചെല്ലും. എന്നാൽ റിയോ സമന്തേനെയും ആ ഒരു പെൺകുട്ടിനെയും മൈൻഡ് ആക്കുന്നില്ല. പക്ഷേ സമന്ത റിയോന്റെ അടുത്ത് പറയാണ്, ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ കുറെ അധികം സോംബികൾ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കൂടെ? അതുപോലെ എനിക്കൊരു സ്ഥലം അറിയാം, അവിടെ കുറച്ചധികം ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് ഭക്ഷണം കിട്ടും, തോക്ക് കിട്ടും, ബുള്ളറ്റ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ റിയോ അവരുടെ കൂടെ ചെല്ലാന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ റിയോയും അതുപോലെ തന്നെ പെൺകുട്ടിയും പിന്നെ സമന്തയും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. റിയോ ഇവരെ ആ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുവാണെങ്കിൽ സമന്ത തോക്കും ബുള്ളറ്റും ഭക്ഷണം കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് റിയോ സഹായിക്കാന്ന് സമ്മതിച്ചത്. അങ്ങനെ അവർ കുറെ നേരം കാർ ഓട്ടിച്ച് സമയം ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. രാത്രിയായാൽ എന്താ പ്രശ്നം? സൂര്യപ്രകാശം ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ സോംബികൾക്ക് അവരെ പിടിക്കാനായിട്ട് സാധിക്കും. ഇവർക്ക് നല്ല പേടിയാവുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്ത് സമന്ത വോക്കി ടോക്കി എടുത്ത് അവളുടെ ആൾക്കാരോട് ഗേറ്റ് തുറക്കാനായിട്ട് പറയും. പക്ഷെ അങ്ങനെ വെറുതെ ഗേറ്റ് തുറക്കുവാണെങ്കിൽ സോംബികൾ ഇരച്ചു കയറി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരോട് ഗേറ്റിന് പുറത്തോട്ട് വരാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ആ ബിൽഡിങ്ങിലുള്ള കുറെ ആൾക്കാരാണെങ്കിൽ സമന്തേനെയും ടീംസിനെയും രക്ഷിക്കാനായിട്ട് പുറത്തോട്ട് തോക്കുമായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവർ കാർ ഓടിച്ച് വരുമ്പോൾ ഇവരുടെ പിന്നാലെ കുറെ അധികം സോംബികളുണ്ട്. പക്ഷെ അവർ കാർ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി ഓടും. ആ ഒരു ബിൽഡിങ്ങിന് നേരെ ഓടും. അപ്പൊ ആ ബിൽഡിങ്ങിൽ നിൽക്കുന്ന കുറെ അധികം ആൾക്കാർ ഈ വരുന്ന സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറെ സോംബിനെയൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവരെങ്ങനെയൊക്കെ ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഗേറ്റ് അങ്ങ് അടയ്ക്കുകയാണ്. ആ ഗേറ്റ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ സ്വിച്ച് നിൽക്കി അതങ്ങ് അടഞ്ഞോളും. പിന്നീട് അവരെല്ലാരും കൂടെ അകത്തോട്ട് കയറി വരും. അതുപോലെ തന്നെ റിയോയ്ക്ക് ഇന്ന് തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം രാത്രി ആയിട്ടുണ്ട്. എങ്ങനെ പോയാലും അവനെ സോംബികൾ പിടിക്കും. അതുകൊണ്ട് തന്നെ റിയോനോട് തൽക്കാലം ഇവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ഇവർക്ക് കൊടുക്കണം ഒരു രാത്രിയിലത്തേക്ക്. ഇവന് അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ്. പക്ഷേ റിയോ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു കമാൻഡർ ഉണ്ട്. അങ്ങനെ വന്ന് റിയോ ആയിട്ട് വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ സമന്ത ഇവർ രണ്ടുപേരെ സമാധാനപ്പെടുത്തും. എന്നാലും ഇവർ സമാധാനപ്പെടുന്നൊന്നുമില്ല. അവസാനം സമന്ത ഇവരുടെ ഇടയിലുള്ള വഴക്ക് നിർത്താനായിട്ട് സമന്ത ഒരു പ്ലെയിൻ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചെന്ന് പറയും. ആ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. ഈ സോംബികളുടെ ഇടയിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് രക്ഷപ്പെട്ടു പോകാം. ഏതോ ഒരു മരുഭൂമിയിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ചെല്ലുവാണെങ്കിൽ ഇവർക്ക് ജീവിക്കാം. സോംബികളൊന്നും ആക്രമിക്കത്തില്ല. അതുകൊണ്ട് ആ
ആ പ്ലെയിൻ എടുത്ത് പോകാന്നാണ് സമന്ത പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇവർക്ക് റിയോനെ വിശ്വാസം ഇല്ലല്ലോ. റിയോനെ കൊണ്ടുപോയി പൂട്ടിയിടാനായിട്ട് ഈ കമാൻഡറിന് ഒരു മോനുണ്ട്. ആ മോനോട് പറയും. അങ്ങനെ മോൻ വന്ന് മാനിയായിട്ട് തന്നെ റിയോനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. റിയോന്റെ കയ്യിലുള്ള തോക്കും ആയുധങ്ങളും എല്ലാം പിടിച്ചു വാങ്ങുന്നുണ്ട്. റിയോനെ കൊണ്ടുവന്ന് ഒരു ജയിലിൽ ഇടുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാവൽക്കാരനോട് റിയോനെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് മോൻ അവിടെ നിന്ന് പോകും. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങാണ്. അതുപോലെ തന്നെ റിയോയും കിടന്നുറങ്ങുന്നുണ്ട്. ഈ ഉറങ്ങുന്ന നേരത്ത് അവന്റെ ഭാര്യയുടെ ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അവന്റെ ഭാര്യനെ സോംബികൾ കൊന്നുകളഞ്ഞതാണ്. ആ ഒരു ചിന്തയിലാണ് അവൻ അങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നത്. എണീറ്റ് നോക്കുമ്പോൾ തൊട്ടരികിലായിട്ട് സമന്ത ഇരിക്കുന്നുണ്ട്. എന്നാൽ ജയിലിന് പുറത്താണ്. അവൾ അവനോട് ക്ഷമ പറയും. അവളല്ലേ അവനെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അവനെ സംശയിച്ച് മാറ്റി നിർത്തല്ലേ. പക്ഷെ അവൻ അതൊന്നും സാരമില്ല എന്ന് പറയും. എന്തായാലും അവള് സമാധാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതേ നേരം തന്നെ ആ ബിൽഡിങ്ങിനുള്ളിൽ ഒരു സോംബി കയറിയിട്ടുണ്ട്. വലിയൊരു സോംബി. സാധാ ഒരു മനുഷ്യനെ കാട്ടിയും ഒരുപാട് വലുപ്പമുള്ള ഒരു സോംബി. അത് വന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആക്രമിക്കുകയാണ്. തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ. ഇതേ നേരം തന്നെ കമാൻഡറും ആൾക്കാരും CCTV പരിശോധിക്കുന്നുണ്ട്. എന്നാൽ മെയിൻ എൻട്രൻസിലുള്ള CCTV ഒന്നും വർക്ക് ആവുന്നില്ല. എന്താ സംഭവം അവർക്ക് അറിയാനായിട്ട് പാടില്ല. എല്ലാരും കൂടെ തോക്കും ആയുധങ്ങളും ആയിട്ട് ഇറങ്ങുകയാണ്. ഇവര് ചെല്ലുമ്പോൾ ഇവർ ആ സോംബിനെ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലേ പറ്റൂ. ഒന്നൊന്നുമല്ല, കുറച്ച് സോംബികളുണ്ട്. 2-3 എണ്ണമൊക്കെ ഉണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സെല്ലിലോട്ട് അടച്ചിടുകയാണ്. ഈ സോംബികൾക്ക് സെല്ല് തുറക്കാനൊന്നും അറിയത്തില്ല. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സെല്ലിൽ അടച്ചിടുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഒരു മനുഷ്യനെ സോംബി വന്ന് ആക്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ആ സെല്ലിൽ കിടക്കാണ്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഹീറോ ആ ഒരു സോംബിനെ ഷൂട്ട് ചെയ്യുന്നത്. ഹീറോ എങ്ങനെ പുറത്തിറങ്ങിയെന്നല്ലേ. അവൻ എങ്ങനെ ആ പൂട്ട് തുറന്നു. അവൻ അതിനുള്ള വിദ്യയൊക്കെ അറിയാം. ഇവൻ സോംബിനെ കൊന്നിട്ട് നിൽക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അവര് വന്ന് നോക്കുമ്പോൾ ഹീറോ ഒരു കള്ളനോ മറ്റോ ഒന്നും അല്ല. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സോംബിനെ കൊന്നു കളഞ്ഞില്ലേ. എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇവരെല്ലാരും കൂടെ കൂടി നിൽക്കുമ്പോൾ അതിലൊരു മനുഷ്യന്റെ കൈ അവർ ശ്രദ്ധിക്കുമ്പോൾ അതിൽ സോംബി കടിയേറ്റിട്ടുണ്ട്. നേരത്തെ സോംബി മറിച്ചിട്ട് ആ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ അധികം വൈകാതെ തന്നെ സോംബി ആവുമെന്നറിയാം. അതുമാത്രമല്ല, ഇയാൾക്കൊരു കുഞ്ഞി പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അച്ഛനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അയാൾ കാല് പിടിച്ച് പറയുന്നുണ്ട്, എന്റെ മോളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അതിലൊരു സ്ത്രീ ആണെങ്കിൽ ആ മോൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ്. ഇങ്ങനെ പതിയെ പതിയെ സോംബി ആയിട്ട് മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കമാൻഡർ ഒരു തോക്കെടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും കൂടെ താഴെ പാർക്കിങ്ങിൽ വരികയാണ്. ഇനി ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിൽ സോംബികൾ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വന്നിട്ട് കാർ എടുത്ത് ആ ഒരു പ്ലെയിൻ ഉള്ള സ്ഥലത്തോട്ട് പോകാനായിട്ടാണ് പ്ലാൻ. പക്ഷെ വന്നിട്ട് ഗേറ്റ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഗേറ്റ് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. അതെന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എന്താ പ്രശ്നം എന്ന് അറിയാനായിട്ട് ഇവരെല്ലാരും കൂടെ പുറത്തോട്ടിറങ്ങി വരും. ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഇവരെ അമ്പരിപ്പിക്കുന്ന കാര്യമാണ് ഇവർ കാണുന്നത്. അതായത് കുറെ അധികം കാറുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ റോഡിൽ അങ്ങനെ ഇട്ടേക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഗേറ്റ് തുറക്കാൻ പറ്റാത്തത്. കുറെ അധികം സാധനങ്ങൾ വന്നിട്ട് അതിനെ അങ്ങ് ജാം ആക്കി കളഞ്ഞു. അതുകൊണ്ട് അത് എന്തായാലും തുറക്കാനായിട്ട് പറ്റത്തില്ല. ആ കാറുകൾ എടുത്ത് ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടും പറ്റത്തില്ല. ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ വിഷമിച്ച് അകത്ത് ബിൽഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. വേറെ കാറുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോഴത്തേക്ക് രാത്രിയാവും. സോംബികൾ വന്ന് ആക്രമിക്കും. പക്ഷെ ഹീറോ ഇതിന്റെ ഇടയിൽ ഒരു ഐഡിയ പറയാണ്. ഈ സോംബികളുടെ ഇടയിൽ തന്നെ ആൽഫ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ലീഡേഴ്സ്. അവരെ കൊല്ലുവാണെങ്കിൽ ബാക്കിയുള്ള സോംബികളെ നിയന്ത്രിക്കാനായിട്ട് ആൾക്കാർ കാണത്തില്ല. മനുഷ്യരെ സോംബികൾ പേടിക്കും. അതുകൊണ്ട് തന്നെ ലീഡറിനെ തീർത്താൽ മതി എന്ന് പറയും. പക്ഷെ കമാൻഡർ കേൾക്കത്തില്ല. നീ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരും കൊലയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കും. എന്നാൽ നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. പക്ഷെ എനിക്ക് ബുള്ളറ്റും ബോംബും തോക്കൊക്കെ തന്നാൽ മതിയെന്ന് നമ്മുടെ റിയോ പറയുകയാണ്. അതിന് നമ്മുടെ കമാൻഡർ സമ്മതിക്കും. പക്ഷേ റിയോനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് കുറച്ചധികം ആൾക്കാർക്ക് താല്പര്യമില്ല. ഇവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് ആൾക്കാരെ രക്ഷിക്കാന്ന് കുറച്ച് ആൾക്കാർ കരുതുകയാണ്. ഒരു 2-3 പേര്. അങ്ങനെ റിയോന്റെ കൂടെ പോകാനായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. അതിൽ ആദ്യം തന്നെ നിൽക്കുന്നത് കമാൻഡറിന്റെ മോനാണ്. പക്ഷേ കമാൻഡറിന് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മോന് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നീട് കമാൻഡറിന്റെ മോനാണെങ്കിൽ സമന്തനെ വന്ന് കാണുന്നുണ്ട്. കമാൻഡറിന്റെ മോന് സമന്തയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അത് അവളോട് പറയാണ്. ഇനി അവൻ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത്. ഇതേ നേരം തന്നെ വേറൊരു മനുഷ്യനുണ്ട്. അയാൾക്കൊരു മോളും ഭാര്യയുണ്ട്. അവരോടും പോവാന്ന് പറയാണ്. തിരിച്ചു വരുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ തിരിച്ചു വരും എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അയാളെ കൊണ്ട് പറ്റുന്ന വിധം തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ബിൽഡിങ്ങിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. രാവിലെയാണ്. അതുകൊണ്ട് തന്നെ സോംബികൾക്കൊന്നും ഇവരെ ആക്രമിക്കാനായിട്ട് സാധിക്കത്തില്ല. വെയിലുള്ളത് കൊണ്ടാണ് ഇവരെ ആക്രമിക്കാനായിട്ട് സാധിക്കാത്തത്. അതുപോലെ തന്നെ അവർ പോകുമ്പോൾ ഈ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരാൾ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അവർ തിരിച്ച് ഓടി വരുമ്പോൾ അവരുടെ പിന്നാലെ സോംബികൾ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് വീഴ്ത്താനാണ്. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം സോംബികളുടെ കൂടാരം എവിടാണെന്ന്. കുറെ അധികം സോംബികൾ ഒരു വലിയ ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വരാത്തൊരു ബിൽഡിങ്ങിൽ. അവിടെ പോയി ആക്രമിക്കാനാണ് നമ്മുടെ റിയോയും ടീംസും പ്ലാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ അവർ നടന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ബിൽഡിങ്ങിന്റെ അകത്തല്ല, പകരം ബേസ്മെന്റിലാണ് എല്ലാ സോംബികളും ഉള്ളത്. അവിടെ ഒരുപാട് ഇരുട്ടായത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം അകത്തോട്ട് കടക്കത്തില്ല. അപ്പൊ സോംബികൾ അവിടെ ആയിരിക്കും ഉള്ളതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പതിയെ പതിയെ തോക്കുമായിട്ട് നടന്ന് കയറി ചെല്ലുകയാണ്. ഹീറോന്റെ കൂടെ കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. ഒരു 4-3 പേരുണ്ട്. അങ്ങനെ അവർ നടന്ന് ബേസ്മെന്റിൽ ചെല്ലുമ്പോൾ ഇവരൊരു
അവനൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. കുറെ അധികം സോംബികൾ ബോധമില്ലാതെ താഴെ അങ്ങനെ കിടക്കുന്നു. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് പറ്റത്തില്ലല്ലോ, ബോംബ് വെച്ച് തന്നെ കൊല്ലണം. അതുകൊണ്ട് തന്നെ ഒരാളാണെങ്കിൽ ബോംബ് വാങ്ങിച്ചിട്ട് പതിയെ ആ സോംബികൾ കിടക്കുന്നതിന്റെ അങ്ങേയറ്റം പോകും. ഒരു ബോംബ് അങ്ങേയറ്റം ഒരു ബോംബ് ഇങ്ങേയറ്റം വെക്കാനായിട്ട്. ഇവൻ പതിയെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഇത്രയധികം സോംബികളുടെ നടുക്കൂടെ അങ്ങനെ നടന്നു പോവാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും തലേ തുണിയിട്ട് ഒരു സോംബി വന്ന് അവനെ കടിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മൾ പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു സോംബിയാണ്. അത് വന്ന് കടിച്ചിട്ട് അവന്റെ കഴുത്ത് പറിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അലർച്ചയാണ്. ആ അലർച്ച കേട്ടതും താഴെ ഉറങ്ങിക്കിടന്ന സോംബികൾ എല്ലാവരും കൂടെ ഞെട്ടി എണീക്കുകയാണ്. ഇവരെ ആക്രമിക്കാനായിട്ട് വരും. പക്ഷെ ഇവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇവർ വിട്ടുകൊടുക്കത്തില്ല. നേരെ അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. ഷൂട്ട് ചെയ്തിട്ടും കുറെ എണ്ണം ഇരച്ചു കയറി വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ഈ ഓടുന്ന നേരത്ത് പലരും പല വഴിക്കാണ് ഓടുന്നത്. ഇപ്പൊ റിയോയും അതുപോലെ തന്നെ കമാൻഡറിന്റെ മോനും മാത്രമേ ഉള്ളൂ കൂടെ. ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ വഴിക്ക് പോയി. പോകുന്ന വഴിക്ക് തന്നെ കുറെ അധികം സോംബികളെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. പിന്നെ വേറൊരാള് നേരത്തെ കുടുംബത്തിനോട് ബായി പറഞ്ഞില്ലേ, ആ ഒരു മനുഷ്യനാണെങ്കിൽ എല്ലാരെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നിൽ ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവിലൂടെ ഒരു സോംബി വന്ന് അയാളെ പിടിച്ചോണ്ട് പോയി കടിക്കുകയാണ്. ഇതേ നേരം തന്നെ വേറൊരു മനുഷ്യനൂടെ ഉണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എല്ലാ സോംബികളെയും നല്ല കൃത്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അങ്ങേറെ തോക്കിന്റെ ബുള്ളറ്റ് തീർന്നുപോയി. ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കത്തി എടുത്ത് ഫൈറ്റ് ചെയ്യാണ്. ഉള്ളതിനെയൊക്കെ കത്തിക്ക് കുത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേ നേരം തന്നെ റിയോയും അതുപോലെ തന്നെ കമാൻഡറിന്റെ മോനും കൂടാണെങ്കിൽ എങ്ങനെയൊക്കെ ഓടി വെളിച്ചമുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ പിന്നാലെ കുറെ അധികം സോംബികളുണ്ട്. അതിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അതൊക്കെ പേടിച്ച് കുറച്ച് അവിടെ നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആൽഫ എന്ന് പറയുന്ന ആ ഒരു വലിയ സോംബിയുണ്ട്. പക്ഷേ അതിന് കുറച്ചധികം ബുദ്ധിയുണ്ട്. അതാണെങ്കിൽ തോക്ക് കണ്ട് മറഞ്ഞു നിൽക്കുകയാണ്. അതിന് നേരെ ഷൂട്ട് ചെയ്തിട്ടും അതിന്റെ ദേഹത്ത് കൊള്ളുന്നൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് പോകണമെങ്കിൽ അവർക്ക് കയറിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ബിൽഡിങ്ങിന്റെ പൊക്കപ്പുറമാണ്. പക്ഷെ എങ്ങനെ ചാടാനാണ്? ഇവരുടെ കയ്യിൽ കയറില്ല. കയറ് നേരത്തെ ഒരു സോംബി ഒരാളെ വലിച്ചോണ്ട് പോകില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് റോപ്പ് എങ്ങനെയെങ്കിലും എടുക്കണം. അയാൾ അകത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ വോക്കി ടോക്കി വഴി സംസാരിക്കും. എന്നാൽ അയാൾ വോക്കി ടോക്കി വഴി തിരിച്ച് സംസാരിക്കുകയാണ്, ഇങ്ങോട്ട് വരണ്ട, എന്നെ സോംബി കടിച്ചു, അധികം വൈകാതെ തന്നെ ഞാനും സോംബിയായിട്ട് മാറുമെന്ന്. പക്ഷെ കമാൻഡറിന്റെ മോൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം വരികയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു പോയില്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ ബിൽഡിങ്ങിനുള്ളിലോട്ട് കയറാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ സമന്തയാണെങ്കിൽ ഒരു കുപ്പി പെട്രോളുമായിട്ട് അവിടെ എല്ലാം നടക്കുന്നുണ്ട്. വല്ല സ്റ്റാർട്ട് ആവുന്ന കാറും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. ആ ഒരു കാറോ ബസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറെ അധികം സോംബികൾ വന്ന് ഇവരെ ആക്രമിക്കും. എന്തായാലും നമ്മുടെ ഹീറോ ആയിട്ടുള്ള റിയോയും അതുപോലെ തന്നെ കമാൻഡറിന്റെ മോനും ബിൽഡിങ്ങിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഹീറോ ആയിട്ടുള്ള റിയോ കുറെ അധികം സോംബികളുടെ മുമ്പിൽ വന്നിട്ട് അതിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്, ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആൽഫയുണ്ട്. ആൽഫയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ആൽഫ അവിടെ വന്ന് കിണിച്ചോണ്ട് നിൽക്കുകയാണ്, അതിന്റെ പല്ലൊക്കെ കാണിച്ചുകൊണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് അതിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം കറക്റ്റ് കൊള്ളില്ല. ഇതേ നേരം തന്നെ കമാൻഡറിന്റെ മോനാണെങ്കിൽ ആ ഒരു മനുഷ്യൻ കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. റോപ്പുള്ള മനുഷ്യൻ കിടക്കുന്ന സ്ഥലത്ത് അയാളാണെങ്കിൽ ആകെ അവശതയായി മരിച്ചു കിടക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് റോപ്പ് എടുക്കുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ അയാൾ സോംബി ആയിട്ട് കമാൻഡറിന്റെ മോനെ കടിക്കാൻ ശ്രമിക്കുകയാണ്. ആ സോംബി ഇയാളെ വലിച്ചു കീറാനായിട്ട് നിൽക്കുമ്പോൾ അയാളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത് ഇയാളുടെ ഒരു കൂട്ടുകാരനാണ്. പെട്ടെന്നായിരിക്കും ആ സോംബിയുടെ തലയിൽ ഒരു ബുള്ളറ്റ് വന്ന് പതിയുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. എങ്ങനെയൊക്കെ കമാൻഡറിന്റെ മോനെ രക്ഷിച്ചു. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവനും കൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. അങ്ങനെ പുറത്തെത്തുകയാണ്. ഇവരുടെ പിന്നാലെ സോംബികൾ ഉണ്ടെങ്കിലും വെളിച്ചം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും ഇവരുടെ പിന്നാലെ വരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അവർ പുറത്തു വന്നിരിക്കുമ്പോഴായിരിക്കും കമാൻഡറിന്റെ മോൻ എന്തോ ഒരു വയ്യായിക പോലെ. എന്താണെന്ന് നോക്കുമ്പോൾ അങ്ങേരുടെ കയ്യിൽ കടിയേറ്റിട്ടുണ്ട്. നേരത്തെ കൂട്ടുകാരൻ കൊടുത്ത സമ്മാനമാണ്. അങ്ങനെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ്. കയ്യിലുള്ള ഒരു മദ്യക്കുപ്പി എടുത്ത് കുടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സോംബിയായിട്ട് മാറുന്നുണ്ട്. ഹീറോ ഒന്നും നോക്കത്തില്ല. അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഹീറോന്റെ കൂടെ വന്ന എല്ലാവരും തീർന്നു കഴിഞ്ഞു. നേരത്തെ ബുള്ളറ്റ് തീർന്നിട്ട് കത്തി വെച്ച് ഫൈറ്റ് ചെയ്തില്ലേ, ആ ഒരു മനുഷ്യനും ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ വെച്ച് തീർന്നു. തോക്കില്ലാതെ എന്തായാലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ഇത്രയും പേര് അവന്റെ കൂടെ വന്നിട്ട് ആ ഒരു മനുഷ്യരൊക്കെ മരിച്ചു പോയതിന്റെ ആ ഒരു വിഷമം അവനുണ്ട്. ഇതേ നേരം തന്നെ സമന്തയാണെങ്കിൽ ഒരു കാറ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരോട് വിവരം പറയാണ്. അവർ ആ കാർ എടുത്തോണ്ട് വരാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ സമന്ത ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയാവാണ്. അതായത് സന്ധ്യാസമയമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ സമയം വൈകിപ്പോയി. എപ്പോൾ വേണമെങ്കിലും സോംബി വരാം. എന്നാൽ അവർക്ക് കുറച്ച് കാറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അവർ 50ഓളം പേരുണ്ട്. അത്രയും പേർക്ക് ഈ കുറച്ച് കാറിൽ പോകാനായിട്ട് സാധിക്കത്തില്ല. അതിലൊരുത്തനാണെങ്കിൽ ഒരു കാറ് കൊണ്ടുവന്നിട്ട് അവന്റെ പെണ്ണിനെ മാത്രം വിളിക്കുന്നുണ്ട്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവള് കേൾക്കത്തില്ല. നീ പോടാ, ഇത്രയധികം ആൾക്കാരെ വിട്ടിട്ട് ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ അവന് ചെറിയ വിഷമാവുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. അതേ നേരമായിരിക്കും ഒരാൾ ഒരു വലിയ ബസ്സുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ആ ഒരു ബസ്സിൽ എല്ലാവരും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ആ ബസ് അവിടെ കൊണ്ടുവന്ന് ഒതുക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഒരുത്തിന് ഇഷ്ടപ്പെട്ടില്ലേ, ആ ഒരു പെണ്ണാണെങ്കിൽ ആ ഒരു ബസ്സിലെ ഡ്രൈവറിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ അവന് ജലസാവുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ബസ് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ കുറെ അധികം ആൾക്കാർ ബസ്സിൽ കയറാനായിട്ട് വരുമ്പോൾ ദൂരെ നിന്ന് കുറെ അധികം ആൾക്കാർ ഓടിത്തുള്ളി വരികയാണ്. ആരായിരിക്കും? നമ്മുടെ സോംബികൾ തന്നെ. അതിന്റെ മുമ്പിൽ തന്നെ ഒരാൾ ഓടുന്നുണ്ട്. അത് നമ്മുടെ റിയോ ആണ്. റിയോനെ പിടിക്കാനായിട്ടാണ് ഇത്രയധികം
അധികം സോംബികൾ വരുന്നത്. ഇത് കണ്ടിട്ട് സാധാരണ ജനങ്ങളെല്ലാവരും കൂടെ ബിൽഡിങ്ങിനുള്ളിലോട്ട് കയറും. ഇതിൽ തോക്കുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയും ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് വന്നിട്ട് സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യും. അതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിൽ കമാൻഡറും വേറൊരാളും ഉണ്ട്. അയാളും തോക്കെടുത്തിട്ട് സോംബികളെ ഷൂട്ട് ചെയ്യാണ്. താഴെയുള്ള കുറെ അധികം സോംബികളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. അങ്ങനെ എല്ലാവരും കൂടെ എങ്ങനെയൊക്കെയോ ബിൽഡിങ്ങിനുള്ളിൽ കയറുന്നുണ്ട്. ഒരു സ്ഥലത്ത് വന്ന് അവിടെ തന്നെ ഒരു വാതിലുണ്ടായിരുന്നു, അത് അടച്ച് പൂട്ടി വെക്കുകയാണ്. ബാക്കിയുള്ള സോംബികൾക്കൊക്കെ അവിടെ വന്ന് ആ വാതിലിൽ കൊട്ടാനായിട്ടേ സാധിക്കുന്നുള്ളൂ. തുറക്കാനൊന്നും അറിയത്തില്ല, മണ്ടന്മാരാണ്. അവിടെ ഇവരെല്ലാരും കൂടെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് കമാൻഡർ ഇറങ്ങി വരുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഹീറോ ഉണ്ടല്ലോ. ഹീറോനെ വന്ന് ചീത്ത പറയാനായിട്ട് തുടങ്ങും. നിന്റെ കൂടെ വന്ന എല്ലാരും നീ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹീറോ പറയും, ഞാൻ ആരോടും എന്റെ കൂടെ വരാനായിട്ട് പറഞ്ഞില്ലല്ലോ, അവര് വന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അല്ലാതെ ഞാൻ കൊണ്ടുപോയി കൊന്നതൊന്നും അല്ല എന്ന്. എന്തായാലും അങ്ങനെ പറയുമ്പോൾ കമാൻഡറിന് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ അടി കൂടാനായിട്ട് നിൽക്കുമ്പോൾ സമന്തയാണ് ഇവരെ രണ്ടുപേരെയും സമാധാനപ്പെടുത്തുന്നത്. കമാൻഡർ എന്തായാലും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹീറോയും അതുപോലെ തന്നെ സമന്തയും വേറെ കുറച്ച് ആൾക്കാരും കൂടെ CCTV റൂമിൽ വരുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ നേരത്തെ ഒരുത്തനാണെങ്കിൽ കാർ എടുത്തോണ്ട് വന്നില്ലേ, അവന് ബിൽഡിങ്ങിൽ കയറാനായിട്ട് സാധിച്ചില്ല. അവനാണെങ്കിൽ ആ കാറിന്റെ പിന്നിൽ അങ്ങനെ ഇരിപ്പുണ്ട്. അതുപോലെ ഒരു സോംബിനെയും കൊന്നിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എന്നാൽ ഒരു പട സോംബി തന്നെ അവന്റെ പിന്നാലെ ഉണ്ട്. ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ കാർ ഓടിച്ചൊരു ഇടവഴിയിൽ കയറുന്നുണ്ട്. ആ ഒരു ഇടവഴിയിൽ കയറിയതും ദൂരെ നിന്ന് വേറെ കുറെ സോംബികളും അതുപോലെ തന്നെ അവിടെ കുറെ കാറുകൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി പോകാനായിട്ട് പറ്റത്തില്ല. ഇവർ റിവേഴ്സിൽ പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു സ്ഥലത്ത് വന്ന് ഇടിച്ച് നിൽക്കുകയാണ്. എന്നാൽ സോംബികൾക്കൊന്നും അതിന്റെ ഉള്ളിൽ കയറാനായിട്ട് സാധിക്കുന്നില്ല. ഇവന് കാർ എടുത്ത് രക്ഷപ്പെട്ടു പോകാനുള്ള സമയമുണ്ട്. പക്ഷെ ഇവ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ ഒരു തോക്കുണ്ടായിരുന്നു. ഈ സോംബികളുടെ കടി കൊണ്ട് മരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു തോക്കെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് പൊട്ടിച്ച് മരിച്ചു വീഴാണ്. എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ടീംസ് കാണുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. കമാൻഡറിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. അതുകൊണ്ട് തന്നെ സമന്ത ഹീറോനോട് പറയാണ് കമാൻഡറിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ. ഹീറോ അത് പ്രകാരം കമാൻഡറിനെ വന്ന് കാണാണ്. കമാൻഡറിനോട് ഇനി വാശിയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സുരക്ഷിതമായിട്ട് വെക്കേണ്ട കുറെ അധികം ജനങ്ങളുണ്ട്. അവർക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരെ സുരക്ഷിതമായിട്ട് നിർത്തണമെന്ന് പറയുമ്പോൾ കമാൻഡർ തോക്കുമായിട്ട് റെഡി ആവുകയാണ് സോംബികളുമായിട്ട് പോരാടാനായിട്ട്. എന്തായാലും ഇവരെല്ലാരും കൂടെ പ്ലാൻ ഇടുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ ഒരു സ്ഥലത്ത് വന്ന് വിഷമിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയാനായിട്ട് സമന്ത അവന്റെ പിന്നാലെ വന്ന് ചോദിക്കും. അവൻ പറഞ്ഞു കൊടുക്കും അവന്റെ ഭാര്യനെ കുറെ അധികം സോംബികൾ ആക്രമിച്ചിട്ട് അവൾ ഒരു സോംബിയായി മാറിയെന്ന്. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. എന്തായാലും സമയമായി. അതുകൊണ്ട് തന്നെ സോംബികളുമായിട്ട് പോരാടാനായിട്ട് ഹീറോ സമന്തയോട് ഒരു ഭായും പറഞ്ഞിട്ട് അവിടെ നിറങ്ങും. എന്നിട്ട് അവൻ നേരത്തെ ഒരു വാതിൽ കണ്ടില്ലായിരുന്നോ, ആ ഒരു വാതിലിന്റെ അടുത്ത് വന്ന് തോക്കും പിടിച്ച് നിൽക്കുകയാണ്. ഈ തോക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവന്റെ ചിന്ത ഇടയ്ക്ക് അവന്റെ ഭാര്യയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവന്റെ ഭാര്യ അവൻ മനസ്സിൽ കാണുന്നുണ്ട്. പെട്ടെന്നായിരിക്കും സോംബികൾ ഇരച്ചുകൊണ്ട് ആ വാതിലും തകർത്ത് കയറി വരുന്നത്. അവനൊന്നും ചിന്തിക്കത്തില്ല, തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ തോക്കിനൊന്നും ഇത്രയും സോംബികളെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. അവന്റെ ഒരു ബോംബ് ഉണ്ടായിരുന്നു. ആ ബോംബ് എടുത്ത് എറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. കുറച്ചധികം സോംബികൾ ബോംബ് പൊട്ടി ചാകുന്നുണ്ട്. എന്നാലും അവന്റെ പിന്നാലെ കുറെ അധികം സോംബികളുണ്ട്. ഇവൻ അകത്തോട്ട് കയറി വന്നതും ഇതിന്റെ അകത്ത് വേറെ കുറച്ച് ആൾക്കാർ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. അവർ ബാക്കിയുള്ള സോംബികളെയൊക്കെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറെ അധികം സോംബികളുമായിട്ട് അവർ പോരാടുന്നുണ്ട്. അതിലൊരു മനുഷ്യനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ ഒരു ബസ് ഡ്രൈവറും അതുപോലെ തന്നെ നേരത്തെ ലവൻ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയും. ഇവർ രണ്ടുപേരും കൂടെ സോംബികൾക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഒരു സോംബി ആ ഒരു പെൺകുട്ടീനെ സെല്ലിലോട്ട് പിടിച്ച് വലിക്കുന്നത്. അവളെ ഉപദ്രവിക്കാനായിട്ട് പോവാണ്. എന്നാൽ ഇവനാണെങ്കിൽ വേറെ കുറെ സോംബികൾ വരുന്നത് കൊണ്ട് തന്നെ അതിന് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ അവളുടെ ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു തോക്കെടുത്ത് ആ സോംബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറെ അധികം സോംബികൾ ഇവർക്ക് നേരെ ഇരച്ചു വരുന്നുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു തോക്കെടുത്ത് അവന്റെ തലയിൽ വെച്ച് പൊട്ടിച്ച് അവനങ്ങ് ചാവുകയാണ്. അവന് സോംബികളുടെ കടി കൊണ്ട് ചാവാനായിട്ട് വയ്യ. അതുപോലെ അവൾക്കും സോംബികളുടെ കടി കൊള്ളാനായിട്ട് വയ്യ. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള തോക്കെടുത്ത് അവളും പൊട്ടിച്ച് ചാവുകയാണ്. ഇതേ നേരം തന്നെ കുറെ അധികം സോംബികൾ കുറെ അധികം മനുഷ്യരെ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഒരു റൂമിലോട്ട് ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് ഫോണിലെ റെക്കോർഡിങ്സ് മാത്രമാണ്. പെട്ടെന്നായിരിക്കും കമാൻഡർ തോക്കും എടുത്ത് വന്നിട്ട് കുറെ അധികം സോംബികളെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എത്രയെന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുക, കുറെ അധികം സോംബികൾ വന്ന് കമാൻഡറിനെ ആക്രമിച്ച് കൊല്ലുകയാണ്. ഇതേ നേരം തന്നെ ഹീറോ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നോക്കുമ്പോൾ കുറെ അധികം വലിയ സോംബികൾ, ഒരാൽഫയൊന്നും അല്ല, കുറെ അധികം ആൽഫ സോംബികൾ അങ്ങനെ നിപ്പുണ്ട്. പക്ഷെ അവൻ വിടത്തില്ല. അവന്റെ ഇരിക്കുന്ന തോക്കെടുത്ത് ഷൂട്ട് ചെയ്യും. എന്നാൽ തോക്കിലെ ബുള്ളറ്റ് തീർന്നിട്ടുണ്ട്. ഉള്ളതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവൻ അവിടെ ഓടാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഓടുന്ന നേരത്തെ തന്നെ അവന്റെ പിന്നാലെ ഒരു സോംബി ഉണ്ട്, അതായത് ലീഡർ സോംബി. അതിനെ കൊല്ലുവാണെങ്കിൽ ബാക്കിയുള്ള സോംബികൾ ഇവരെ ആക്രമിക്കുന്നത് നിർത്തും. അങ്ങനെയാണ് സാധാരണ ഇവർ സിനിമയിൽ പറയുന്നതാണ്, എനിക്കറിയില്ല. ഇവ ഓടുമ്പോൾ അവനെ പിടിച്ച് മറിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവനെ താഴെയിട്ട് അടിക്കാനായിട്ടും തുടങ്ങും. അവന്റെ കയ്യിലിരിക്കുന്ന തോക്കും കത്തി എല്ലാം തെറച്ചു പോവാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ആ സോംബിനെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി മാറ്റിയിട്ട് അവന് പറ്റുന്ന വിധം എഴഞ്ഞെഴിഞ്ഞ് മാറിപ്പോവും. അവൻ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പിലൂടെ അവൻ മുകളിലോട്ട് അങ്ങനെ കയറി പോവാണ്. സോംബിയും വിടില്ല, പിന്നാലെ കയറി വരുന്നുണ്ട്. അതായത് ലീഡർ സോംബിയാണ്. അവൻ വന്നിട്ട് നമ്മുടെ ഹീറോനെ കടിക്കാനായിട്ട് പോവാണ്. അവിടെ ഒരു വാതിലും ഉണ്ട്. റിയോയ്ക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറ് തുറക്കാണ്. സോംബി കടിക്കാനായിട്ട് വന്നതും ഡോറ് തുറന്നിട്ട് രണ്ടുപേരും കൂടെ പുറത്തോട്ട് വന്ന് വീഴും. അതുപോലെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവര് രാത്രി മൊത്തം ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് സമയം പോയി. ഇപ്പൊ പകലായിട്ട്
ആയിട്ടുണ്ട്. ചെന്ന് വീണതും വെയിലത്താണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ലീഡർ സോംബി അവിടെ കിടന്ന് കത്തി നശിച്ച് ചാവുകയാണ്. ഇത് കണ്ട് ഹീറോ അങ്ങനെ നോക്കി നിൽക്കും. പിന്നീട് സോംബി ചത്തതിന് ശേഷം താഴോട്ട് നോക്കുമ്പോൾ കുറേയധികം ആൾക്കാർ ആ ബസ് എടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും കൂടെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഹീറോനെ ദൈവതുല്യനായിട്ട് നോക്കുകയാണ്. പിന്നീട് ഹീറോ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. സമന്ത വന്ന് അവനോട് ചോദിക്കും, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, നമുക്ക് പ്ലെയിൻ എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന്. പക്ഷേ അവന്റെ വേട്ട ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനി സോംബികളെ അവന് കൊല്ലണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എനിക്ക് കുറേയധികം സോംബികളെ കൊല്ലണം. എന്റെ ഭാര്യയെ കൊന്നവന്മാരെ എനിക്ക് തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ബാക്കിയുള്ള ആൾക്കാർ ബസ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.